അപ്പോൾ എന്നോട് ഒത്തിരി പേര് കുക്കിംഗ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കിംഗ് വ്ളോഗ് ഞാൻ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഷോർട്സൊക്കെയാണ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തക്കാളി റൈസാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നപാടെ ഞെട്ടിപ്പോയി തക്കാളിൻ്റെ ഒരു ഷോപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ തക്കാളി റൈസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് എടുത്താലോ? ഓക്കെ ഗായ്സ്, ലെറ്റ്സ് ഗോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റൈലിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഞങ്ങൾ 2 ദിവസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മളാണ് ഇനി മുതൽ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മുളക്, തക്കാളി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ വെല്ലുള്ളി എടുത്തപ്പോൾ അമ്മ പറഞ്ഞു ചെറിയ ഉള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ്, വെല്ലുള്ളി എടുക്കാമെങ്കിലും നമുക്ക് ചെറിയ ഉള്ളി നമുക്ക് ടേസ്റ്റ് അധികം കിട്ടുന്നതുകൊണ്ട് നമുക്ക് അത് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി നിന്ന് പൊരിഞ്ഞ് നമ്മുടെ ഉള്ളിയൊക്കെ ഭയങ്കര അരിയലാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മളെല്ലാ സാധനങ്ങളും ഇൻഗ്രീഡിയൻസൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ നമുക്കിനി നല്ല എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം കോക്കനട്ട് ഓയിലായിരിക്കും ടേസ്റ്റിന് നല്ലത് കേട്ടോ. ഇനി നമുക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകിൻ്റെ ഒപ്പം ഇച്ചിരി പരിപ്പും കൂടി അവർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ സ്പെഷ്യലാണത്. ഇനി നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു പിടി പരിപ്പ് നമുക്ക് കഴുകി വാരി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ പരിപ്പ് നമ്മൾ കരിക്കാൻ പാടില്ല, കരിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കുക്ക് ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അടുക്കളയിൽ നിൽക്കുന്നു നമ്മളിങ്ങനെ പറയും, പക്ഷേ അടുക്കളയിൽ നിന്ന് പൊരിയുന്നത് വേറൊരു ഇത് തന്നെയാണ്. അങ്ങനെ പരിപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും അതുപോലെ തന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. വഴറ്റൊരു ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്നതോടെ വരെ വഴറ്റണം. അപ്പോൾ നമ്മുടെ പൈങ്കിളി കുക്കാണ് ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വഴറ്റുന്നതിൻ്റെ ഒപ്പം നമ്മൾ നമ്മുടെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൈങ്കിളി ദേഷ്യപ്പെട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ ടൈമിൽ നമ്മുടെ ഉള്ളി വഴണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ വിളിക്കാൻ പോയി പങ്ങൻ്റെ വകയിൽ ഞാൻ നല്ല വഴക്കം കേട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇളക്കിയതിന് ഞാൻ കുറ്റം പറഞ്ഞു, ഇളക്കി എൻ്റെ മുഖത്ത് തെറിപ്പിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതിനാണ് കൊച്ചു വേണമെങ്കിൽ പോയത് കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളി വഴണ്ടി വന്നപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എനിക്ക് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ, നിങ്ങൾ നാവ് ഉള്ളിപ്പോയി അപ്പോൾ വയറും കത്തും. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് കായപ്പൊടി 2 നുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിന് അത്യാവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ഇത്രയും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷമാണ് നമ്മുടെ അടുത്ത പരിപാടി വരാനായിട്ടുള്ളത്. ഗൈസ്, ഇപ്പോൾ ഇങ്ങനെ ബാക്കിയൊന്നും ചോറ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിന് നോ പ്രോബ്ലം. അപ്പോൾ ചോറ് നമ്മൾ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ തക്കാളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇനി ഉപ്പും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി ചോറിൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഇത് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് വെച്ച് ചോറായതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സോയാബീൻ കറി അതുപോലെ തന്നെ രാവിലത്തെ നമ്മുടെ ചെറുപയർ തോരനും ഉണ്ടായിരുന്നു. തോരനല്ല, ചെറുപയർ പുഴുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി റെഡിയാക്കി നമ്മളിത് നമ്മുടെ തക്കാളി ചോറ് കഴിച്ചു. ഗൈസ്, 1.5 ടേസ്റ്റ് നമ്മളുണ്ടാക്കിയതുകൊണ്ട് വേണ്ട കേട്ടോ.